ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. പിന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കെമിസ്ട്രി എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വന്നിട്ട് ഒറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇത്ര ഈസി ആയിട്ടുള്ളൊരു കെമിസ്ട്രി എക്സാം ഇതിന് മുമ്പ് എഴുതിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വേറൊരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മീഡിയം ആയിരുന്നു, എക്സാം ടഫായിരുന്നു എന്നുള്ളായിരുന്നു നമ്മളെ മറുപടി. അപ്പോൾ പ്ലസ് കിട്ടിയാൽ കിട്ടിപ്പോയപ്പോയി എന്നുള്ളായിരുന്നു. പക്ഷേ കെമിസ്ട്രി എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് പറയാം നല്ല സിമ്പിളായിട്ടുള്ള എക്സാം ആയിരുന്നു, എ+ എന്തായാലും കിട്ടും എന്നുള്ളതായിരിക്കും കൂടുതൽ പേരുടെയും ഒരു മനസ്സിലുണ്ടാവുക. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത്യാവശ്യം നല്ല സിമ്പിളായിരുന്നു, എനിക്ക് അത്യാവശ്യം സിമ്പിളായിരുന്നു. അപ്പം നമ്മളെന്താ കെമിസ്ട്രീനെ കുറിച്ച് വിചാരിക്കുക, ക്രിസ്മസ് എക്സാം പോലെ ടഫാവോ അല്ലെങ്കിൽ മോഡലിനെ പോലെ അത്യാവശ്യം മീഡിയം ആയിട്ടുള്ള എക്സാം ആയിരിക്കുമോ എന്നുള്ളതായിരിക്കും. അപ്പോൾ ടഫാവുമെന്ന് വിചാരിച്ച ഭൂരിഭാഗം പേരും അത്യാവശ്യം നന്നായിട്ട് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതുകൊണ്ടാവാം ചിലപ്പോൾ ഈ ഒരു എക്സാം ഈസി ആയിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കെമിസ്ട്രി ആണല്ലോ. അപ്പോൾ എനിക്കും ഒരു പേടിയായിരുന്നു കെമിസ്ട്രിന് മറ്റേ ക്രിസ്മസ് എക്സാം പോലെ ടഫാവോ എന്നുള്ളത് എനിക്കൊരു പേടിയായിരുന്നു. അപ്പോൾ അത്യാവശ്യം സിമ്പിളായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാവരും ടഫാന്ന് വിചാരിച്ച് കെമിസ്ട്രി പഠിച്ചുകൊണ്ടായിരിക്കാം ഇത്ര സിമ്പിളായി തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കും അത്യാവശ്യം സിമ്പിളായിരുന്നു. എന്നാലും 2-3 ക്വസ്റ്റ്യൻസൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാവത്തില്ല, പിന്നെ 2-3 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോഴത്തേക്കുമാണ് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെ വന്നൊരു ക്വസ്റ്റ്യനാണ് 7ാമത്തെ ബിയും, അതേപോലെ തന്നെ 11ാമത്തെ സിയും, പിന്നെ 15ാമത്തെ ബിയും. അപ്പോൾ അത് ഫസ്റ്റ് വായിച്ചപ്പോഴത്തേക്കും കിട്ടിയില്ല, പിന്നെ വായിച്ചപ്പോഴത്തേക്കും അത്യാവശ്യം പിടിയായി കിട്ടി. ഫോർമുല ആ സംഭവങ്ങളൊക്കെ പിടികിട്ടി, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അത്യാവശ്യം സിമ്പിളായിരുന്നു. പിന്നെ ലാസ്റ്റത്തെ നമ്മളെ 7th ചാപ്റ്ററിലാണെങ്കിൽ അതിലത്തെ മറ്റേ അഡീഷൻ റിയാക്ഷൻ, മറ്റേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സംഭവമൊക്കെ ഫുള്ള് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചോദിക്കാണ്ട് ഫുള്ളൊരു ബോക്സിൽ തന്നെ തന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിൽ ഫോളോ ചെയ്ത് നമ്മൾ സിമ്പിളായിട്ട് എഴുതാൻ പറ്റി. അപ്പോൾ അങ്ങനെ 4 മാർക്കൊക്കെ സിമ്പിളായിട്ട്, അങ്ങനെ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള പേപ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സിമ്പിളായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് താഴെ കമൻറ്റ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര പറയാനുള്ളൂ, അത്യാവശ്യം സിമ്പിളായിട്ടുള്ളൊരു പേപ്പറായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കുഞ്ഞ് റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വന്നിരിക്കും. ബൈ.